ഹലോ ഗൈസ്, നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫാമിങ്, ഇന്നലെ നമ്മൾ ഇതുണ്ടാക്കിയില്ലേ, ഷീപ്പ് ഫാമും വീറ്റ് ഫാമും. ഇന്ന് നമ്മൾ ഒരു കൗ ഫാം ഉണ്ടാക്കുന്നതായിരിക്കും. കൗ ഫാം എന്നിട്ട് നെതറിൽ പോയാലേ മറ്റേ ചിക്കൻ ഫാമൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒബ്സർവർ വേണം. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഈ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫെൻസും ഗേറ്റും ഉണ്ടാക്കിയിട്ട് നേരെ അതങ്ങോട്ട് ഉണ്ടാക്കാൻ പോവാം. ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കാൻ ഇതുണ്ടാക്കി ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കണം. ഫെൻസ് ഗേറ്റ് ഒരു സ്റ്റാക്ക് ഫെൻസ് ഗേറ്റ് വേണം. ഒരു സ്റ്റാക്ക് ഫെൻസ് ഗേറ്റ് ഇല്ലാതെ പറ്റത്തില്ല. ഒരു സ്റ്റാക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് വാങ്ങിയാൽ നമ്മൾ 2 ഫെൻസ് ഗേറ്റ്. ഇവിടെ ആയിട്ട് പോയെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മുടെ ഫാമിങ് ഏരിയ. ഇവിടെ ഓഫ് ക്യാമറ ഇരുന്ന് ഞാനിവിടെ ഇതൊക്കെ വെച്ചായിരുന്നു, ലാമ്പൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ഫാമിങ് ഏരിയയിലെ നമ്മുടെ എവിടായിട്ട് വരുമെന്ന് ചോദിച്ചാൽ ഇത് എന്തുവാ കൗ ഫാം എവിടായിട്ട് വരുമെന്ന് ചോദിച്ചാൽ കൗ ഫാം ആണ് ഇവിടായിട്ട് വരും. ഇവിടായിട്ട് കൗ ഫാം വരും. അപ്പോൾ നമുക്ക് നേരെ ഇതൊക്കെ പണിയാം. എങ്ങനെ വെക്കണ്ടേന്ന് വിചാരിച്ചാൽ കുറച്ച് ഡേറ്റ് എടുത്തോണ്ട് വരട്ടെ. ഡേറ്റ് നമ്മളെടുത്ത് ഇവിടെ വെക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഫെൻസ് ഗേറ്റ് വെക്കണം. ഫെൻസ് ഗേറ്റ് എങ്ങനെയെങ്കിലും വളഞ്ഞൊക്കെ വെച്ചാൽ മതി. അപ്പം ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാം. ഇങ്ങനെ പോയി ഇങ്ങനെ പോയപ്പോൾ ഇതൊന്ന് വെക്കട്ടെ. ഇവിടെ വെച്ചിട്ടുണ്ട്, വളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിടന്നുറങ്ങിയിട്ട് കൗനെ കിട്ടണം. കൗനെ എടുക്കണം കിടന്നുറങ്ങിയിട്ട്. കൗനെ ഇവിടുന്ന് കിട്ടുമോ ആരും ഉണ്ട്. അതിനേക്കാളും മുമ്പേ 2 ലാമ്പ് 2-3 ലാമ്പൊക്കെ ഉണ്ടാക്കണം. 2-3 ലാമ്പ് ഉണ്ടാക്കാൻ നമ്മുടെ എത്ര അയണുണ്ട്? ഇനി അയണ് 13 എണ്ണമേ ഉള്ളൂ. അടുത്ത് 3 എണ്ണം എടുത്തിട്ട് ഇത് 3 എണ്ണം എടുത്തിട്ട് ലാമ്പ് ഉണ്ടാക്കാൻ ഇത് 10 എണ്ണം ഉണ്ട്. 2 കോപ്പർ ഉണ്ടാക്കാനും വേണം. അത് 2 കോപ്പർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര കുറേ അയണിൻ്റെ ആവശ്യമുണ്ട്. തുടങ്ങട്ടെ. കുറേ അയണിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. എന്നിട്ട് കണ്ണ് കിട്ടണമല്ലോ. പിന്നെ എവിടെ കിട്ടും? വീട് തരപ്പെടുത്തുന്ന കേട്ടോ. ലീഡെടുക്കട്ടെ. ലീഡെടുത്ത് മണ്ടയ്ക്ക് വെക്കാം. അവനെ കിട്ടുമെന്നാ കേട്ടോ. അവനെ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുമെന്ന് അറിയത്തില്ല. അവിടെ അങ്ങനെ വെക്കേണ്ട വരും. അവനെ കിട്ടിയ അവിടെ ചിക്കൻ ഫാം ആക്കും, അല്ലെങ്കിൽ ഫാം എന്തെങ്കിലും ഫാം ആക്കുമോ അവിടെ. ഞാൻ അവനെ കിട്ടാൻ ഇച്ചിരി പാടാ. ഇവിടെ എങ്ങനെ കിട്ടും? ഇപ്പൊ കുറെ ഇച്ചിരി കൗവിനെ തപ്പി എടുത്തിട്ട് വരട്ടെ. ഗൈസ്, നമുക്കിവിടെ കൗവിൻ്റെ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പിഗിനെ കൊണ്ടുവിടാം. കൗവിനെക്കാൾ ഇച്ചിരി കൂടെ എളുപ്പം കിട്ടുന്നത് പിഗ്. കൗവിനൊന്നും ഇവിടെ കിട്ടുന്നില്ല ഗൈസ്. കൗവിടെ ഇല്ല. പക്ഷേ ഇവിടെ കൗവൊന്നും കാണുന്നില്ല. അപ്പൊ നമുക്കിവിടെ പിഗിനെ കൊണ്ടിടാം. ഇവിടെ പിഗ് ഫാമാണ്. കൗവിനെ തപ്പിയപ്പോൾ കൗവിനൊന്നും കിട്ടത്തില്ല, അതെനിക്കറിയാം. കൗവിനെ തപ്പിയപ്പോൾ കൗവിനൊന്നും കിട്ടത്തില്ല. ഇവിടെ പിഗ് പോണതല്ലേ, ഇവിടെ താഴെ പോയി ചത്ത് പോയി. ഇത് ശരി. ഇവിടെ പിഗിനെ ഉള്ളു, പിഗ് കൈ ഇവിടെ ഉള്ളു. ഇപ്പൊ പിഗിനെ പിടിച്ചിവിടെ കൊണ്ടിടാം. അപ്പൊ കുറച്ച് പിഗിനെ കൊണ്ടിടട്ടെ. കഴിച്ചപ്പോൾ അങ്ങനെ 3 പിഗിനെ കിട്ടിയിട്ടുണ്ട്. 3 പിഗ് പോലെ. എന്നിട്ട് ഇവിടെ തന്നെ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് ഷുഗർ കെയിൻ എടുത്തിട്ട് വരട്ടെ. കഴിച്ച് അങ്ങനെയെങ്കിൽ 15 ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ട്. 15 ഷുഗർ കെയിൻ. എന്നിട്ട് ഇനി ബക്കറ്റ് എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ വെള്ളം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിറയ്ക്കണം. കുറച്ച് ചെറിയൊരു ഫാമും, ആ ചെറിയ ഷുഗർ കെയിൻ ഫാം, വലിയ ഷുഗർ കെയിൻ ഫാമിൻ്റെ ചെറിയ ഷുഗർ കെയിൻ ഫാം, ഓട്ടോമാറ്റിക് അല്ല, സാധാ ചെറിയ ഷുഗർ കെയിൻ ഫാം, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പം നേരെ പോയി ബക്കറ്റ് എടുത്തോണ്ട് വരട്ടെ. ബക്കറ്റ് ഇട്ടിട്ടുണ്ട്. ബക്കറ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് വെള്ളം നിറയ്ക്കണം. വെള്ളം നിറയ്ക്കാൻ ഇവിടുന്ന് വെള്ളം വെക്കണം. എന്നിട്ട് ഇങ്ങോട്ട് ഒഴിച്ച് വെള്ളം എല്ലാം കൊണ്ട് കളയണം. അല്ലാതെ ഫുള്ള് ഇവിടെ അടുത്ത് ഒഴിച്ചൊഴിച്ച് അങ്ങനെ കളയണം. ഇവിടുന്ന് ഇങ്ങനെ അപ്പം ശരിയാവും. എന്നിട്ട് ഇവിടെ ഒരു കുഴി കുഴിച്ച് അവിടുന്ന് അങ്ങോട്ട് എത്രയും പോവാം, അത്രയും കുഴിക്കണം. ഇത്രയും പോകും. എന്നിട്ട് അടുത്ത ബക്കറ്റ് വെള്ളം എടുത്തിട്ട്
ഇങ്ങോട്ട് ഇരിക്കണം. ഇങ്ങോട്ട് അടിച്ചിട്ട് ഇവിടുന്ന് വെള്ളം എടുത്ത് ഇങ്ങോട്ട് അടിച്ച്, ഇവിടുന്ന് വെള്ളം എടുത്ത് ഇങ്ങോട്ട് അടിച്ച്, ഇവിടുന്ന് വെള്ളം എടുത്ത് ഇങ്ങോട്ട്. അതുപോലെ ഞാൻ ചെയ്യട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ അങ്ങനെ ഇവിടെ 3 സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇങ്ങോട്ട് 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 ഇവിടെ ഇങ്ങോട്ട് കണ്ടല്ലോ. എന്നിട്ട് ഇവിടെ കൂടെ ചെയ്യാൻ പോകണം. അപ്പം ഫാം ഉണ്ടാക്കാനുള്ള ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ബോൺ അവിടെ ഇരിപ്പുണ്ട്, അത് എടുത്തോണ്ട് വന്നിട്ട് ബോൺ വീലാക്കിയിട്ട് ഇതിനകത്ത് നിൽക്കാം. ഇവിടെ ഷുഗർ കെയിൻ ഇത് ഉണ്ടാക്കട്ടെ, ഒന്ന് ബോൺ വീലായിട്ട് അങ്ങനെ നമ്മളിവിടെ ഇതും കൂടെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പാത്തും കൂടെ ഉണ്ടാക്കിയിട്ട് പിന്നെ ലാമ്പും കൂടെ വെച്ച് ഇവിടുത്തെ വീഡിയോ ഇന്നത്തെ അവസാനിപ്പിക്കാം. ഇവിടെ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ്, 2 ലൈറ്റ് മതി. 2 ലൈറ്റും പിന്നെ ഫെൻസ് എടുത്തിട്ട് ഇവിടെ ഒരു ലൈറ്റ്, ഇവിടെ അങ്ങോട്ട് ഒരു ഫെൻസ് വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ഒരു ലൈറ്റ്. എന്നിട്ട് ശവലെടുത്ത് ഇവിടെ ഇങ്ങനെ പോയി 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 ഇങ്ങനെ അവസാനിപ്പിക്കുക. എന്നിട്ട് രാത്രിയാണ്, കിടന്നുറങ്ങട്ടെ, രാത്രിയാകും. നമ്മള് കിടന്നുറങ്ങി വെച്ച് അവസാനിപ്പിക്കും. ഇപ്പാമിൻ്റെ അവിടെ കൂടെ പണിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പോവാം. ഇവിടെ ഇങ്ങനെ പോകണം. ഈ ഭാഗത്തും കൂടെ പണിഞ്ഞ് ഇട്ടിട്ട് പക്ഷെ ഇതെല്ലാം ഒന്ന് പണിഞ്ഞു. ഇവിടെ 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 താരട്ടും കൂടെ ഇറക്കട്ടെ. എന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു ബ്ലോക്ക് കൊടുത്തിട്ട് ഇവിടെ കോബിൾ സ്റ്റോൺ വെച്ച്, ഇവിടെ കൂടെ കോബിൾ സ്റ്റോൺ വെച്ചിട്ട്, ഇവിടെയും കൂടെ കോബിൾ സ്റ്റോൺ വെച്ചിട്ട്, ഇവിടെയും കൂടെ പിന്നെ ഇവിടെയും കൂടെ പിന്നെ ഇവിടെയും കൂടെ പിന്നെ മേളിലോട്ട് കയറി ഇവിടെയും കൂടെ ഇവിടെ കോബിൾ സ്റ്റോൺ വെച്ചില്ല, കോബിൾ സ്റ്റോൺ വെച്ച് ഇവിടെയും കൂടെ വെച്ച് ഇവിടെയും കൂടെ കോബിൾ സ്റ്റോൺ വെച്ചിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.